ഹലോ, ദിസ് ഈസ് കിഡ് വണ്ടർ. ഐ ഹോപ്പ് എവരി വൺ ഈസ് ഡൂയിങ് ഓക്കെ. പുതിയൊരു മാസമാണല്ലോ. ഫെബ്രുവരി തുടങ്ങുമ്പോൾ എൻ്റെ ബുള്ളറ്റ് ജേർണൽ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഓരോ മന്തിൻ്റെയും ബിഗിനിങ്ങിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഒരു മന്ത് ട്രാക്ക് ചെയ്യാൻ ഞാൻ എനിക്ക് ആവശ്യമുള്ള പോലെ എൻ്റെ ജേർണലിൽ ഒരു സ്പേസ് മാറ്റിവെക്കും. പലതരം പ്രീ പ്ലാൻ ജേർണൽസൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും അതൊക്കെ റെഗുലറായി യൂസ് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഈ കസ്റ്റം ബുള്ളറ്റ് ജേർണൽ സ്പ്രെഡ് ചെയ്തു പോകുന്നത്. 2026 മുതലാണ് ഒരു മന്തിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ കവർ പേജ് പോലെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ലാസ്റ്റ് മന്തിലെ എൻ്റെ ബുള്ളറ്റ് ജേർണൽ സെറ്റപ്പ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ഡു ചെക്ക് ഇറ്റ്. സാധാരണ ഫെബ്രുവരി വാലന്റൈൻസ് ഡേൻ്റെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. ബട്ട് ഞാൻ അത് സെലിബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയ സ്പെഷ്യാലിറ്റി ഒന്നും തോന്നിയിട്ടില്ല. ബട്ട് ലാസ്റ്റ് ഇയറിൽ നിന്ന് ക്യാരി ഓൺ ചെയ്ത ഒരു ലെസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇഫ് യു ക്യാൻ മേക്ക് എവറി മന്ത് സ്പെഷ്യൽ, ഇഫ് യു ഗോട്ട് എ റീസൺ ടു സെലിബ്രേറ്റ് ഇറ്റ് ഓൺ യുവർ ഓൺ. വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ടു മേക്ക് യുവർ സെൽഫ് ഫീൽ ലൈക്ക് യു ലിവ്ഡ് എ ഗുഡ് മന്ത്. സോ ഈ ഫെബ്രുവരി ഞാൻ എൻ്റെ ലൈഫിലെ ഗുഡ് റിലേഷൻഷിപ്സ് ഒക്കെ വാല്യൂ ചെയ്യാനും അത് അപ്രിഷ്യേറ്റ് ചെയ്യാനും വാലന്റൈൻസ് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഈ ഒരു ഫെബ്രുവരി മന്ത് കവർ പേജ് എനിക്ക് വളരെയധികം സ്പെഷ്യലാണ്. എപ്പോഴും ഓരോ മന്തിൽ ഞാൻ ഓരോ സോങ് ലിറിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല. ഇത്തവണ കവർ പേജിൽ ഒരു ബേബി പിങ്ക് ബഫല്ലോ ചെക്ക് പാറ്റേൺ കൂടി വരച്ചു ചേർത്തപ്പോൾ ഈ വാലന്റൈൻസ് മന്ത്, അതായത് ഫെബ്രുവരി, വളരെ സ്പെഷ്യലായ പോലെ തോന്നി. ഈ കാണുന്ന ഹാർട്ട് സ്റ്റിക്കേഴ്സിൻ്റെ റോള് ഞാൻ 111 രൂപയ്ക്ക് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. പല സൈറ്റിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി വില കുറവ് മീഷോയിലാണ് ഉണ്ടായിരുന്നത്. ഈ ഫെബ്രുവരി മന്ത് കവർ പേജ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഇനിയാണ് എൻ്റെ മന്ത്ലി ട്രാക്കർ, അതായത് നമ്മുടെ ബുള്ളറ്റ് ജേർണൽ സെറ്റപ്പ്. ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എൻ്റെ ഹൈലൈറ്റ് ഓഫ് ദ ഡേയും ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ ഡേയും പിന്നെ ഹാബിറ്റ് ട്രാക്കറും. ഹാബിറ്റ് ട്രാക്കറായി ഞാൻ വാക്കിംഗ് എക്സസൈസ്, എൻ്റെ മോർണിംഗ് സപ്ലിമെൻറ്റ്സ്, ഈവനിങ് മെഡിസിൻ, സ്റ്റഡി ടൈം, വിറ്റമിൻ D3 സപ്ലിമെൻ്റ് ഒക്കെ ട്രാക്ക് ചെയ്യാറുണ്ട്. ഇതിലും പുറമെ വേക്കപ്പ് ടൈം, നൈറ്റ് ബെഡ് ടൈമും നാപ്പ് മോണിറ്ററും ഉണ്ട്. ഒരു നല്ല സ്ലീപ്പ് ഹൈജീൻ ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് കാലമായുള്ള എൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായി ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണിത്. പിന്നെ മൂഡ് ഓഫ് ദ ഡേ ട്രാക്ക് ചെയ്യാറുണ്ട്. അത് ഓരോ മൂഡിന് ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. ബൈ ദ എൻഡ് ഓഫ് ദ ഡേ ഇത് ഞാൻ ഫിൽ ചെയ്യും. ഒരു ദിവസത്തിലെ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ കുറിച്ച് കൂടുതൽ അവെയർ ആവാൻ ഇതെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ ഡ്രീം ട്രാക്കറും. മോർണിംഗ് മൂഡ് ട്രാക്കർ എൻ്റെ ഒരു മോർണിംഗ് കുറച്ച് മൈൻഡ്ഫുള്ളായി സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ എൻ്റെ മോർണിംഗ് ജേർണലിംഗ് റൂട്ടീനിലാണ് ഫിൽ ചെയ്യാറ്. സാധാരണയായി മോർണിംഗിൽ ഉണ്ടാവാറുള്ള എൻ്റെ പല ഫിസിക്കൽ ഇമോഷണൽ സ്റ്റേറ്റിനെയാണ് ഞാൻ ഇതിൽ ട്രാക്ക് ചെയ്യുന്നത്. പിന്നെ തോട്ട് ഓഫ് ദ ഡേ, പ്രെയർ ഓഫ് ദ ഡേ എന്ന 2 പേജ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മന്ത്ലി ഡൂഡിൽ സ്പ്രെഡ് ഞാൻ ഡിസംബർ 2025 മുതലാണ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഇറ്റ് ബിക്കെയിം വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പേസസ് ഇൻ മൈ മന്ത്ലി ജേർണൽ സ്പ്രെഡ്. ഇതിന് പുറമെ ബ്രെയിൻ ഡബിന് ഒരു സ്പേസും ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്. ഒരു മന്ത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആവാനും ഡിറക്റ്റീവ് ആവാനും വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും എൻ്റെ മന്ത്ലി ഗോൾസും അതുപോലെ തന്നെ ഒരു മന്ത്ലി വിഷ് ലിസ്റ്റും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് അലങ്കോലപ്പണികളാണ്. ജേർണലിൽ സ്റ്റിക്കേഴ്സ് ഇല്ലാതെ എനിക്ക് ഒരു ഹാപ്പിനെസ് തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റിക്കർ കളക്ഷനിൽ എപ്പോഴും ഇങ്ങനെ നിരത്തി വെച്ച് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്റ്റിക്കർ പല സ്ഥലത്ത് എവിടെയാണോ സ്യൂട്ടബിൾ ആവുന്നത് അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കാറുണ്ട്. ഈ കാണുന്ന ഗിഫ്റ്റ് ബോക്സിൻ്റെ സ്റ്റിക്കർ ഞാൻ തന്നെ പണ്ട് വരച്ചൊരു ഡൂഡിൽ സ്റ്റിക്കറാക്കി എടുത്തതാണ്. പിന്നെ ഈ ഒരുവിധം എല്ലാ സ്റ്റിക്കേഴ്സും ഞാൻ പ്രിൻ്റ് ഔട്ട് ചെയ്തതാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ബോയ് സ്റ്റിക്കേഴ്സൊക്കെ കസ്റ്റം സ്റ്റിക്കേഴ്സായിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ഔട്ട് ചെയ്തെടുത്തതാണ്. ഓരോ സ്പേസിനും അതിൻ്റേതായ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഈ മന്ത്ലി ട്രാക്കിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോ വീക്കിനും ഞാൻ ഓരോ കളർ കോഡ് വെച്ച് ചെയ്യാറുണ്ട്. സോ ഒരു വീക്ക് നമ്മൾ കുറച്ച് ലേസി ആയാലോ അല്ലെങ്കിൽ നമുക്കത്ര പ്രൊഡക്റ്റീവ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാലോ മറ്റൊരു വീക്ക് നമുക്ക് ഭയങ്കര ഒന്ന് മാറണം, ഒന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവെയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ഹെൽപ്ഫുള്ളാക്കും. ഈ കാണിക്കുന്നതാണ് എൻ്റെ ലാസ്റ്റ് മന്തിലെ ജേർണൽ സ്പ്രെഡ്. അതിൽ ഞാൻ ഇതേപോലെ തന്നെ ഹാബിറ്റ് ട്രാക്കേഴ്സും എല്ലാം ഫിൽ ചെയ്തിട്ടുണ്ട്. സോ ഇതൊരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. ഒരു മന്തിൽ നമ്മൾ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരത്തെയും ജേർണൽ സ്പ്രെഡ്സ് വെച്ച് ചെയ്തുണ്ടാക്കുന്നതാണ്. അത് ഭയങ്കര എൻജോയ് ചെയ്ത് ഞാൻ ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. കാരണം ഈ എൻ്റെ ലൈഫിലെ പല കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഡേ സ്ലോ ഡൗൺ ആവണപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഫെബ്രുവരി മന്ത്ലി സ്പ്രെഡ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ദിസ് ഈസ് മൈ ഫെബ്രുവരി മന്ത്ലി സ്പ്രെഡ് ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ് ടു യൂസ് ദിസ് എവറി ഡേ. ആസ് യു ക്യാൻ സീ ഇതിൽ ഞാൻ ഓരോ വീക്കും ഇതുപോലെ കളർ കോഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഫ്രഷ് ബിഗിനിങ് വേണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ആ വീക്ക് അനലൈസ് ചെയ്യാനും ഒരു ഫ്രഷ് ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഇത് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാകും.
അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ഈ ഫിൽ ചെയ്തതൊക്കെ നമ്മളൊന്ന് മറിച്ച് നോക്കുമ്പോൾ ഓരോ സ്പ്രെഡും കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നാറുണ്ട്. എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. കാരണം ഐ സ്റ്റിക്ക് ടു ദ പ്ലാൻ ആൻഡ് ഐ അച്ചീവ്ഡ് സംതിങ്. If you like my content, please do like and subscribe and don't forget to comment. See you again with a new video. Thank you for watching.